നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് നോർമലൈസേഷൻ. ഓക്കെ, DBMSലെ നോർമലൈസേഷൻ എന്നാണ് ടോപ്പിക്ക്. സോ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ഫസ്റ്റ് നോർമൽ ഫോം ഉണ്ട്, സെക്കൻഡ് നോർമൽ ഫോം, തേർഡ് നോർമൽ ഫോം, BCNF, ഫോർത്ത് ആൻഡ് ഫിഫ്ത്ത് നോർമൽ ഫോംസാണ് ഉള്ളത്. സോ ഒരു നോർമലൈസേഷൻ പഠിക്കുന്നതിന് മുന്നേ നമുക്ക് എന്തിലേക്ക് പോവാം? സോ ആ നോർമലൈസേഷൻ്റെ ആയിട്ട് എന്തിനാണ് നോർമലൈസേഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത്? നമ്മൾ യൂസ് ചെയ്യുന്ന ഡാറ്റാബേസിലെ ടേബിൾസൊക്കെ നമുക്ക് എന്തെങ്കിലും കൺസിസ്റ്റൻ്റ് ആവാൻ വേണ്ടിയിട്ട്. അവിടെ റിഡൻഡൻറ്റ് വാല്യൂസ് ഉണ്ടാകാൻ പാടില്ല, ഡിഫറെൻറ്റ് അനോമലീസ് ഉണ്ട്, ഇൻസെർട്ട് അനോമലീസ്, അപ്ഡേറ്റ് അനോമലീസ്, ഇതൊക്കെ അവിടെ ഉണ്ടാകാൻ പാടില്ല. അതുപോലെ തന്നെ നമ്മളെ ഡാറ്റാബേസ് ഒന്നും കൺസിസ്റ്റൻ്റ് ആയിരിക്കും. ഓക്കെ, സോ എന്തിൻ്റെ ബേസിലാണ് നമ്മൾ ഈ നോർമൽ ഫോംസ് ഉണ്ടാക്കിയിരിക്കുന്നത്? ഇറ്റ്സ് ഓൺ ദ ബേസ് ഓഫ് കീസ് ആൻഡ് ഫങ്ഷണൽ ഡിപ്പെൻഡൻസി. സോ എന്താണ് ഫങ്ഷണൽ ഡിപ്പെൻഡൻസി, എന്താണ് പിന്നെ റിഡൻഡൻസി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, എന്താണ് ഈ അനോമലീസ്? സോ നമ്മളൊരു നോർമലൈസേഷൻ എന്ന നോർമൽ ഫോംസിലേക്ക് കിടക്കുന്നതിന് ഇതൊക്കെ എന്താണ് നമ്മൾ അറിയണം. സോ നമുക്ക് ഇതൊക്കെ എന്താണ് മീൻ ചെയ്യുന്നത്, എന്താണ് ഡിപ്പെൻഡൻസി എന്നൊക്കെ നമുക്ക് നോക്കാം. സോ ഫസ്റ്റ് ഇൻഫോർമൽ ഡിസൈൻ ഗൈഡ് ലൈൻസ് ഫോർ ഒരു റിലേഷൻ സ്കീമിൻ്റെ ഡിസൈൻ ഗൈഡ് ലൈൻസിനെ കുറിച്ച് നമുക്ക് നോക്കാം. റിലേഷൻ സ്കീം മീൻസ് നമ്മൾ സാധാരണ നമ്മുടെ ഡാറ്റാബേസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ടേബിൾസ്. Semantics of the attributes. First one, reducing the redundant values in tuples, reducing the null values in tuples, disallowing the possibility of generating spurious tuples. So ഇതൊക്കെ എന്താണ് മീൻ ചെയ്യുന്നത് നമുക്ക് നോക്കാം. Semantics of the relation attributes. Semantics means meaningful ആയിരിക്കണം relation attributes എന്ന് പറയുന്നത്. Informally, each tuple in a relation should represent one entity or relationship instance. Applies to individual relations and the attributes. അതായത് നമ്മളൊരു റിലേഷൻ മീൻസ് ടേബിളിന് നമ്മൾ റിലേഷൻ എന്ന് പറയുന്നത് റിലേഷൻ സ്കീമിൽ. ഓക്കെ, സോ ഒരു ടേബിൾ എടുത്താൽ ഓരോ ടപ്പിൾ എന്തിനാ മീൻ ചെയ്യുന്നതായിരിക്കും? ഓരോ ടപ്പിളും ഒരു സിങ്ക്. ഇപ്പം സ്റ്റുഡൻറ്റ് എന്നൊരു എൻറ്റിറ്റി മീൻസ് ആ സ്റ്റുഡൻറ്റ് എന്ന് പറയുന്നൊരു എൻറ്റിറ്റിയാണ്. സോ ആ എൻറ്റിറ്റിനെ നമ്മൾ എന്ത് ചെയ്യും? ടേബിളായിട്ട് റെപ്രസെൻറ്റ് ചെയ്യും. സോ നമ്മൾ എന്ത് ചെയ്യും? അതിൻ്റെ അകത്ത് കുറേ ആട്രിബ്യൂട്ട്സ് ഉണ്ടാവും, നെയിം ഉണ്ടാവും, ആ സ്റ്റുഡൻറ്റ് റോൾ നമ്പേഴ്സ് ഉണ്ടാവും. സോ അത് ഡീറ്റെയിൽസ് ഉണ്ടാവും. സോ നമ്മൾ എന്ത് ചെയ്യും? അതിന് ടപ്പിൾസ് ആയിട്ട് ആ ഒരു ടേബിൾ നമ്മൾ ടപ്പിൾസ് ആയിട്ട് തിരിക്കുന്നുണ്ട്, റോസ് ആയിട്ട് തിരിക്കുന്നുണ്ട്. സോ ഈച്ച് റോ എന്ന ഓരോ സിംഗിൾ എൻറ്റിറ്റീനെ ആയിരിക്കും റെപ്രസെൻറ്റ് ചെയ്യുന്നുണ്ടാവുക. ഇപ്പം ഫസ്റ്റ് റോ എന്ന ഒരു സ്റ്റുഡൻറ്റിൻ്റെ നെയിം, ആ സ്റ്റുഡൻറ്റ് ഫുൾ ഡീറ്റെയിൽസ് ആയിരിക്കും ആ ടപ്പിളിൽ ഉണ്ടാവുക. സോ നമുക്ക് എന്ത് ചെയ്യാം? അതുപോലെ ഓരോ ടപ്പിൾസും മീനിങ് ഫുൾ ആയിരിക്കണം. ഓരോ ടപ്പിളും റിലേറ്റ് ചെയ്തിരിക്കുന്ന ഇപ്പം സ്റ്റുഡൻ്റ് എന്നൊരു എൻറ്റിറ്റി ആണെങ്കിൽ ആ സ്റ്റുഡൻസിനെ റെപ്രസെൻറ്റ് ചെയ്തായിരിക്കണം ആ സ്റ്റുഡൻ്റ് എന്ന ടേബിളിലെ ഓരോ റോസും. സ്റ്റുഡൻ്റ് എന്ന ടേബിൾ എടുത്ത് ആ സ്റ്റുഡൻ്റ് എന്ന ടേബിളിൽ ഓരോ സ്റ്റുഡൻസിൻ്റെ ഡീറ്റെയിൽസ് ആയിരിക്കും ഉണ്ടാവുക. അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പം 2-3 എംപ്ലോയീസ് ഉണ്ട്, സ്റ്റുഡൻസ് ഉണ്ട്, പ്രൊജക്റ്റ് ഉണ്ട്. സോ നമ്മൾ എന്ത് ചെയ്യുന്നത്? സ്റ്റുഡൻറ്റിൻ്റെ ടേബിളിൽ തന്നെ എംപ്ലോയീസിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കുന്നത് എല്ലാം കൊടുക്കുമ്പോൾ മീൻസ് അവരെ പ്രൊജക്ട്സിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് കൊടുക്കുന്നത്. സോ ഇങ്ങനെയൊക്കെ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ അവിടെ എന്തായിരിക്കും? ആ ഒരു ഡാറ്റാബേസിന് ഒരു കൺസിസ്റ്റൻസി ഉണ്ടാവില്ല, ഫുൾ മിക്സഡ് ആയിട്ടായിരിക്കും ഉണ്ടാവുക. സോ അങ്ങനെ നമ്മൾ ഒരിക്കലും കൊടുക്കാൻ പാടില്ല. ഓരോ ടേബിളും ആ പെർട്ടിക്കുലർ എൻറ്റിറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതായിരിക്കണം. ആട്രിബ്യൂട്ട്സ് ഓഫ് ഡിഫറെൻറ്റ് എൻറ്റിറ്റീസ്, അതായത് എംപ്ലോയീസ്, ഡിപ്പാർട്ട്മെൻറ്റ്, പ്രൊജക്ട് ഷുഡ് നോട്ട് ബി മിക്സ്ഡ് ഇൻ ദ സെയിം റിലേഷൻ. യെസ്, നമ്മളിപ്പം എംപ്ലോയിൻ്റെ ഒരു ടേബിൾ എടുത്തു അല്ലെങ്കിൽ റിലേഷൻ എടുത്തു. ആ എംപ്ലോയിൻ്റെ ടേബിൾ നമ്മൾ അതിൻ്റെ പ്രൊജക്ട്സിൻ്റെ ഫുൾ ഡീറ്റെയിൽസും കൂടെ കൊടുക്കുന്നത്, അതുപോലെ തന്നെ അവർ വർക്ക് ചെയ്യുന്ന ഡിപ്പാർട്ട്മെൻറ്റ് ഫുൾ ഡീറ്റെയിൽസും കൊടുക്കുന്നത്. സോ ഇങ്ങനെ ചെയ്യുന്നത് നമ്മൾ ആ ഒരു ഡാറ്റാബേസ് ഇൻകൺസിസ്റ്റൻ്റ് ആക്കും. സോ നമുക്കത് ഡാറ്റാബേസിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. സോ ഇൻ കേസ് നമുക്ക് ആ ഇപ്പം എംപ്ലോയീസിൻ്റെ ടേബിൾ എടുത്തു, എംപ്ലോയീസിന് സെപ്പറേറ്റ് ടേബിൾ ക്രിയേറ്റ് ചെയ്യുക, ഡിപ്പാർട്ട്മെൻറ്റിന് സെപ്പറേറ്റ് ടേബിൾ ക്രിയേറ്റ് ചെയ്യുക, അതുപോലെ തന്നെ പ്രൊജക്ട്സിന് സെപ്പറേറ്റ് ടേബിൾ ക്രിയേറ്റ് ചെയ്യുക. ദെൻ നമുക്കറിയാം ഓരോ എംപ്ലോയി ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെൻറ്റിലായിരിക്കും വർക്ക് ചെയ്യുന്നുണ്ടാവുക, അതുപോലെ അവർ വർക്ക് ചെയ്യുന്നത് ഏതെങ്കിലും ഒരു പ്രൊജക്റ്റിലായിരിക്കും. സോ നമ്മൾ അതിനെങ്ങനെ ലിങ്ക് ചെയ്യും? ഡിഫറെൻറ്റ് 3 റിലേഷൻസ് ഉണ്ടാക്കി അല്ലെങ്കിൽ 3 ടേബിൾസ് ഉണ്ടാക്കി. ഈ ടേബിൾസിന് ലിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓൾറെഡി പഠിച്ച് നിങ്ങൾക്ക് അറിയാവുന്ന ഫോറിൻ കീ കൺസെപ്റ്റ് വരുന്നത്. സോ നമ്മൾ എന്ത് ചെയ്യും? ഈ ഏത് ഡിപ്പാർട്ട്മെൻറ്റിലാണ് ഇപ്പോൾ ഒരു എംപ്ലോയിൻ്റെ ഡീറ്റെയിൽസ് എടുത്തു, ദെൻ ആ എംപ്ലോയി ഏത് ഡിപ്പാർട്ട്മെൻറ്റിലാണെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റ് കറസ്പോണ്ടിങ് നമ്പർ ഇടണം, ID ഇടണം. മീൻസ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന ടേബിളിൽ ആ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിനും അതിൻ്റെ പ്രൈമറി കീ ഇടണം. സോ ആ പ്രൈമറി കീ നമ്മൾ എവിടെ യൂസ് ചെയ്യും? നമ്മുടെ എംപ്ലോയിയിൽ അവിടെ ഡിപ്പാർട്ട്മെൻറ്റ്, അതായത് എംപ്ലോയി വർക്ക് ചെയ്യുന്ന ഡിപ്പാർട്ട്മെൻറ്റ് ഏതാണെന്നുള്ള അതിന് കറസ്പോണ്ടിങ് ആയി നമ്മൾ അതിൻ്റെ പ്രൈമറി കീ യൂസ് ചെയ്യും. ഡിപ്പാർട്ട്മെൻറ്റിലെ പ്രൈമറി കീ, ഓരോ ഡിപ്പാർട്ട്മെൻറ്റിന് കൊടുത്ത പ്രൈമറി കീ യൂസ് ചെയ്യും. സോ അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? അവിടെ ശരിക്കും അവിടെ ആ പ്രൈമറിക്ക് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന പ്രൈമറിക്ക് നമ്മൾ എംപ്ലോയിൽ യൂസ് ചെയ്യുമ്പം അതൊരു ഫോറിൻ കീ ആയിട്ട് വർക്ക് ചെയ്യും. സോ ഫോറിൻ കീ യൂസ് ചെയ്തിട്ടാണ്
നമ്മൾ ഡിഫറെൻറ്റ് ടേബിൾസിനെ തമ്മിൽ കണക്ട് ചെയ്യുന്നത്. ഓക്കെ, അല്ലാതെ നമ്മൾ ഇത് എംപ്ലോയിൻ്റെ ടേബിൾ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഏത് ഡിപ്പാർട്ട്മെൻറ്റ് ആ ഡിപ്പാർട്ട്മെൻറ്റ് ഫുൾ ഡീറ്റെയിൽസ് അവിടെ കൊടുക്കുന്നത്. അതുപോലെ തന്നെ പ്രൊജക്റ്റ്, ആ പ്രൊജക്റ്റിൻ്റെ ഫുൾ ഡീറ്റെയിൽസിന് ഒറ്റ ടേബിളിൽ നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ അത് നമ്മളെ ടേബിളിനെ ഇൻകൺസിസ്റ്റൻ്റ് ആക്കും. സോ അതുകൊണ്ടാണ് നമ്മൾ ഫോറിൻ കീ എന്ന കൺസെപ്റ്റ്സ് ഒക്കെ യൂസ് ചെയ്യുന്നത്. ഓൺലി ദ ഫോറിൻ കീ ഷുഡ് ബി യൂസ് ടു റെഫർ അതർ എൻറ്റിറ്റീസ്. യെസ്, നമ്മൾ പറഞ്ഞു എംപ്ലോയി എന്ന് പറഞ്ഞൊരു എൻറ്റിറ്റി അല്ലെങ്കിൽ എംപ്ലോയി എന്ന് പറഞ്ഞ ടേബിളിൽ അവിടെ ഡിപ്പാർട്ട്മെൻറ്റിനെ നമുക്കിവിടെ ഏത് ഡിപ്പാർട്ട്മെൻറ്റാണെന്ന് നമുക്കവിടെ പ്ലേസ് ചെയ്യണം. മീൻസ് ഒരു എംപ്ലോയി ഏത് ഡിപ്പാർട്ട്മെൻറ്റിലാണ് വർക്ക് ചെയ്യുന്നതെന്ന് നമുക്ക് ആ ഒരു എംപ്ലോയി ടേബിൾ കൊടുക്കണമെങ്കിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യും, ഫോറിൻ കീ യൂസ് ചെയ്യും. അതുപോലെ തന്നെ ഏത് പ്രൊജക്റ്റിലാണ് വർക്ക് ചെയ്യുന്നതെന്ന് യൂസ് ചെയ്യണമെങ്കിൽ എന്താണ്, പ്രൊജക്റ്റിൻ്റെ ഫോറിൻ കീ യൂസ് ചെയ്യും. പ്രൊജക്റ്റിൻ്റെ പ്രൈമറി കീ എംപ്ലോയി ടേബിൾ യൂസ് ചെയ്യുമ്പം അതെന്താവും, ഫോറിൻ കീ ആവും. ഫോറിൻ കീ എന്നുള്ള കൺസെപ്റ്റ് എല്ലാവർക്കും അറിയുന്നതാണ്. ഓക്കെ, entities and relationships attributes should be kept apart as much as possible. A simple company relation database scheme, ഒരു കമ്പനി റിലേഷൻ ഡാറ്റാബേസ് സ്കീമാണ് ഇപ്പം തന്നിരിക്കുന്നത്. സോ ഒരു എംപ്ലോയി ഉണ്ട്, എംപ്ലോയിൻ്റെ അകത്തുനിന്ന് നെയിം ഉണ്ട്, SSN ഉണ്ട്, ബർത്ത് ഡേറ്റ് ഉണ്ട്, അഡ്രസ്സ് ഉണ്ട്, നമ്പർ ഉണ്ട്. എംപ്ലോയിൻ്റെ നെയിം എന്ന് പറയുന്നത് എന്താണ്, എംപ്ലോയിൻ്റെ പ്രൈമറി കീ എന്ന് പറയുന്നത് SSN ആണ്. ഓക്കെ, സോ അവിടെ ഒരു ഫോറിൻ കീ ഉണ്ട്. ആ എംപ്ലോയി ഏത് ഡിപ്പാർട്ട്മെൻറ്റിലാണ് വർക്ക് ചെയ്യുന്നത്, ഡിപ്പാർട്ട്മെൻറ്റ് ടേബിൾ കൊടുത്തു, അതിൻ്റെ താഴെ ഡിപ്പാർട്ട്മെൻറ്റ് ടേബിൾ കൊടുത്തത്. ഡിപ്പാർട്ട്മെൻറ്റ് ടേബിളിൻ്റെ അകത്ത് നെയിം ഉണ്ട്, നമ്പർ, ഡിപ്പാർട്ട്മെൻറ്റ് നമ്പർ ഉണ്ട്, നെയിം ഉണ്ട്, DMGR SSN പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, സോ ഈ നമ്പറാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ആ എംപ്ലോയി ഏത് ഡിപ്പാർട്ട്മെൻറ്റിലാണ് വർക്ക് ചെയ്യുന്നത് നമുക്കറിയാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. സോ ആ നമ്പർ അവിടെ എന്താവും, എംപ്ലോയി ടേബിളിൽ എന്തായിട്ട് ആക്ട് ചെയ്യുന്ന ഫോറിൻ കീ. ആ നമ്പർ ഡിപ്പാർട്ട്മെൻറ്റ് ടേബിളോ പ്രൈമറി കീ ആണ്. സോ ആ പ്രൈമറി കീ എംപ്ലോയി ടേബിളിലെത്തുമ്പം ഫോറിൻ കീ ആവും. സോ ഏത് ഡിപ്പാർട്ട്മെൻറ്റ്, ഒരു എംപ്ലോയി ഏത് ഡിപ്പാർട്ട്മെൻറ്റിലാണ് വർക്ക് ചെയ്യുന്നതെന്ന് റെഫർ ചെയ്യുന്നത് ഏത് വെച്ചിട്ടാണ്, ഫോറിൻ കീ വെച്ചിട്ടാണ്. ഓക്കെ, ദെൻ ഡിപ്പാർട്ട്മെൻറ്റ് ലൊക്കേഷനിൽ ഡിപ്പാർട്ട്മെൻറ്റ് നമ്പറും ഡിപ്പാർട്ട്മെൻറ്റ് ലൊക്കേഷനും കൂടെ രണ്ടും കൂടി ചേർന്നതാണ് എന്ത്, അതിൻ്റെ പ്രൈമറി കീ എന്ന് പറയുന്നത്. ദെൻ പ്രൊജക്റ്റ് എന്ന് പറഞ്ഞാൽ നെയിം, പ്രൊജക്റ്റിൻ്റെ നമ്പർ, പ്രൊജക്റ്റിൻ്റെ ലൊക്കേഷൻ, ദെൻ നമ്പർ മീൻസ് ഏത് ഡിപ്പാർട്ട്മെൻറ്റിലാണെന്നുള്ളതാണ്. സോ അതെന്ത് ചെയ്യും, ഫോറിൻ കീ ആയിട്ട് ആക്ട് ചെയ്യുന്നത് അതിൻ്റെ അകത്ത്. ദെൻ വർക്കോണിൻ്റെ പ്രൈമറി കീ എന്ന് പറയുന്നത് SSN നമ്പർ. ഈ SSN നമ്പറും എന്താണ്, ഫോറിൻ കീ കൂടിയാണ്. സോ വർക്കോൺ എന്ന് പറയുന്നത് എന്താണ്, ഒരു ഡിപ്പെൻഡൻ്റ് ആണ്. ഓക്കെ, സോ അവിടുത്തെ ഫോറിൻ കീ പ്രൈമറി കീ എന്ന് പറയുന്നത് ഇതിൻ്റെ രണ്ടിനും കോമ്പിനേഷൻ ആയിരിക്കും. അതായത് SSN നമ്പർ, ഈ SSN നമ്പറും ഫോറിൻ കീ കൂടിയാണ്. വർക്കോ എന്ന് പറയുന്നത് ഓൾവേസ് ഡിപ്പെൻഡൻ്റ് ആണ്. എന്താണ് ഡിപ്പെൻഡൻ്റ് എൻറ്റിറ്റി എന്നൊക്കെ നമ്മൾ നോക്കിയതാണ്. ഓക്കെ, ദെൻ പിന്നെ അവേഴ്സും. Okay, then the redundant information in tuples and update anomalies. Mixing attributes of multiple entity may cause problems. Yes, multiple entities-ന്റെ attributes നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ പ്രോബ്ലംസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. Information is stored redundantly, wasting storage. Yes, informations redundant ആയിട്ട് സ്റ്റോർ ചെയ്തിട്ടുണ്ടാവും. ഫോർ എക്സാമ്പിൾ ഒരു എംപ്ലോയി, രണ്ട് എംപ്ലോയീസിനെ എടുക്കുക. ആ രണ്ട് എംപ്ലോയീസും വർക്ക് ചെയ്യുന്നത് സെയിം ഡിപ്പാർട്ട്മെൻറ്റിലാണെന്ന് വയ്ക്കുക. സോ അവിടെ എന്താണ് അവിടെ കൊടുക്കുന്നത്, ഇപ്പം ഒരു എംപ്ലോയി നെയിം കൊടുക്കും. ദെൻ നമ്മൾ എന്ത് ചെയ്യും, അവിടെ ഫോറിൻ കീ യൂസ് ചെയ്യുന്നതിന് പകരം ആ ഡിപ്പാർട്ട്മെൻറ്റ് ഫുൾ ഡീറ്റെയിൽസ് ആ എംപ്ലോയി നെയിമിൽ കൊടുത്ത് തന്നെ കൊടുക്കുന്നത്. സോ നമ്മൾ എന്ത് ചെയ്യും, അടുത്ത എംപ്ലോയും സെയിം ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്നത്. സോ ആ അടുത്ത എംപ്ലോയിക്ക് ഒന്നു ആ ഡിപ്പാർട്ട്മെൻറ്റ് ഡീറ്റെയിൽസ് ഫുള്ളും കൊടുക്കുന്നത്. സോ ആ ഡിപ്പാർട്ട്മെൻറ്റ് ഡീറ്റെയിൽസ് അവിടെ എന്താ വരുന്നത്, റിഡൻഡൻ്റ് ആയിട്ടാണ് വരിക. സോ അത് നമ്മളെ ഡാറ്റാബേസിനെ ഇൻകൺസിസ്റ്റൻ്റ് ആയിട്ട് ഡാറ്റാബേസിൻ്റെ ഇൻകൺസിസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്യും. നമ്മളെ ഡാറ്റാബേസ് ഇൻകൺസിസ്റ്റൻ്റ് ആവും. പ്രോബ്ലംസ് വിത്ത് അപ്ഡേറ്റ് അനോമലീസ്, ഇൻസേർഷൻ അനോമലീസ് ഉണ്ട്, ഡിലീഷൻ അനോമലീസ് ഉണ്ട്, മോഡിഫിക്കേഷൻ അനോമലീസ് ഉണ്ട്. ഓക്കെ, എന്താണ് അപ്ഡേറ്റ് അനോമലി? നമുക്കൊരു റിലേഷൻ ഉണ്ട്, അതായത് ഒരു ടേബിൾ ഉണ്ട്, എംപ്ലോയി പ്രൊജക്റ്റ് എന്ന ടേബിൾ. സോ അതിൻ്റെ അകത്ത് എന്തുണ്ട്, എംപ്ലോയി നമ്പറും പ്രൊജക്റ്റ് നമ്പറും ഉണ്ട്. ഓക്കെ, ദെൻ എംപ്ലോയിൻ്റെ നെയിം, പ്രൊജക്റ്റിൻ്റെ നെയിം,
അവർ വർക്ക് ചെയ്യുന്ന അവേഴ്സും. അപ്ഡേറ്റ് അനോമലി എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ചേഞ്ചിങ് ദ നെയിം ഓഫ് പ്രൊജക്റ്റ് നമ്പർ P1. അതായത് P1 എന്ന പ്രൊജക്റ്റ് നമ്പർ, ആ പ്രൊജക്റ്റ് നമ്പറിൻ്റെ നെയിം നമ്മൾ എന്ത് ചെയ്തു, ബില്ലിങ്ങിൽ നിന്ന് കസ്റ്റമർ അക്കൗണ്ടിങ് ആയിട്ട് ചേഞ്ച് ചെയ്യണം. പ്രൊജക്റ്റ് നമ്പർ P1. സോ ആ P1 എന്ന പ്രൊജക്റ്റ് നമ്പറിൻ്റെ നെയിം നമ്മൾ എന്ത് ചെയ്തു, ബില്ലിംഗ് എന്നാണ് ഇപ്പോൾ അതിൻ്റെ നെയിം ഉള്ളത്. സോ അത് നമ്മൾ എന്ത് ചെയ്തു, ചേഞ്ച് ചെയ്തിട്ട് കസ്റ്റമർ അക്കൗണ്ടിങ് ആക്കി. ദിസ് മേ കോസ് ദിസ് അപ്ഡേറ്റ് ടു ബി മെയ്ഡ്. ഇപ്പം ആ പ്രൊജക്റ്റിൽ, അതായത് ഈ ബില്ലിംഗ് മാറ്റിയിട്ട് കസ്റ്റമർ അക്കൗണ്ടിങ് ആക്കിയ ആ പ്രൊജക്റ്റ് നമ്പർ P1ൻ്റെ നെയിം, ആ P1ൽ വർക്ക് ചെയ്യുന്ന 100 എംപ്ലോയീസ് ഉണ്ടെങ്കിൽ ആ 100 എംപ്ലോയീസിലും ഈ ചേഞ്ച് നമ്മളവിടെ മേക്ക് ചെയ്യണം. ഇൻ കേസ് ആ 100 എംപ്ലോയീസിൽ ആ ചേഞ്ച് മെയ്ഡ് ചെയ്തിട്ടില്ലെങ്കിൽ അവിടെ എന്തായിരിക്കും, നമ്മുടെ ഡാറ്റാബേസ് ഇൻകൺസിസ്റ്റൻ്റ് ആവും. സോ ഏതെങ്കിലും ഒരു എംപ്ലോയിൽ നമ്മൾ കൊടുക്കാൻ വേണ്ടി വിട്ടു പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഡാറ്റാബേസ് ഫുൾ ഇൻകൺസിസ്റ്റൻ്റ് ആയിരിക്കും. ഓക്കെ, സോ നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ ഈ എംപ്ലോയി പ്രൊജക്റ്റ് എന്നുള്ള ടേബിളിൻ്റെ അകത്ത് എന്തൊക്കെയാണുള്ളത്, ഫസ്റ്റ് എംപ്ലോയിൻ്റെ ID ഉണ്ട്, പ്രൊജക്റ്റ് ID ഉണ്ട്, പിന്നെ എംപ്ലോയി നെയിം ഉണ്ട്, പ്രൊജക്റ്റ് നെയിം ഉണ്ട്. സോ നമ്മൾ ഈ എംപ്ലോയി ID 1 മീൻസ് P1 ആണ് എംപ്ലോയി ID. സോ അതിന് കറസ്പോണ്ടിങ് ആയുള്ള നെയിം ബില്ലിങ്ങിൻ്റെ അത് കസ്റ്റമർ അക്കൗണ്ടിങ് എന്ന് മാറ്റി. സോ നമ്മൾ എന്ത് ചെയ്യും, ഒത്തിരി പിന്നെ മീൻസ് ആ ഒരു ബില്ലിംഗ്, ആ ഒരു പ്രോജക്റ്റിൽ വർക്ക് ചെയ്യുന്ന ഒരു 100 എംപ്ലോയീസ് ഉണ്ടെങ്കിൽ ആ ചേഞ്ച് ആ 100 എംപ്ലോയീസിലും കൊണ്ടുവരണം. ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, നമ്മളെ ആ ഒരു ഡാറ്റാബേസ് ഇൻകൺസിസ്റ്റൻ്റ് ആവും. ഓക്കെ, സോ അതാണ് അപ്ഡേറ്റ് അനോമലി എന്ന് പറയുന്നത്. അപ്ഡേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഇൻ കേസ് ഏതെങ്കിലും ഒന്ന് അപ്ഡേറ്റ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നമ്മളെ ഡാറ്റാബേസിന് ഇൻകൺസിസ്റ്റൻ്റ് ആവും. നമ്മളെ ഡാറ്റാബേസിലെ വാല്യൂസ് വാലിഡ് അല്ലാണ്ടാവും. ഓക്കെ, ദെൻ അടുത്തതെന്ന് പറയുന്നത് ഇൻസേർട്ട് അനോമലി. കനോട്ട് ഇൻസേർട്ട് എ പ്രൊജക്റ്റ് അൺലെസ് എ എംപ്ലോയീസ് അസൈൻ ടു ഇറ്റ്. ഇൻ കേസ് നമ്മൾ ഈ കൺസിഡർ ചെയ്ത എംപ്ലോയി പ്രൊജക്റ്റിനെ എടുക്കുക. സോ നമുക്കൊരു പ്രൊജക്റ്റ് അവിടെ എടുക്കണം എന്ന് വിചാരിക്കും. സോ ഈ കേസിൽ എന്താണ്, പ്രൊജക്റ്റ് നെയിമും എംപ്ലോയി ID എംപ്ലോയി നെയിമെല്ലാം ഒറ്റ ടേബിളല്ല, എംപ്ലോയി പ്രൊജക്റ്റ് എന്നുള്ള ടേബിളല്ല. സോ നമുക്ക് എന്ത് ചെയ്യും, ഒരു പ്രൊജക്റ്റ് നമുക്ക് ആഡ് ചെയ്യണം. ആ പ്രൊജക്റ്റിൽ ഇപ്പം തൽക്കാലത്തേക്ക് നമ്മൾ എംപ്ലോയീസിനെ ഒന്നും അസൈൻ ചെയ്തില്ല. അങ്ങനെ അസൈൻ ചെയ്യണം, കാരണം ഒരു പ്രൊജക്റ്റ് നമ്മൾ ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് ഒരിക്കലും ആഡ് ചെയ്യാൻ പറ്റില്ല. ഒരു എംപ്ലോയിനെ ആ പ്രൊജക്റ്റിലേക്ക് അസൈൻ ചെയ്യാണ്ട് നമുക്ക് ഈ ടേബിളിലേക്ക് ഒരു പ്രൊജക്റ്റ് ആഡ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. കാരണം എന്താ, ഇപ്പം നമ്മൾ അവിടെ ഒരു എംപ്ലോയിനെ അസൈൻ ചെയ്തില്ല. സോ എംപ്ലോയിനെ അസൈൻ ചെയ്തില്ലെങ്കിൽ ഈ നെയിം, അതായത് എംപ്ലോയി നെയിം നൾ വരും, ആ പ്രോബ്ലം ഇല്ല. ബട്ട് എംപ്ലോയി ID കൂടെ നൾ വരും. എംപ്ലോയി IDയും പ്രൊജക്റ്റ് IDയും കൂടിയാണ് എന്ത് ചെയ്യുന്നത്, പ്രൈമറി കീ ആയിട്ട് വരുന്നത്. സോ അവിടെ എംപ്ലോയി ഒരിക്കലും ഒരു പ്രൈമറി കീ എന്ന് പറയുന്നത് നൾ വാല്യൂ ആവരുത്. സോ അത് നൾ വാല്യൂ ആവുന്നതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു പ്രൊജക്റ്റ് ആഡ് ചെയ്യണമെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എംപ്ലോയി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ പ്രൊജക്റ്റ് ഈ പറയുന്ന നമ്മൾ ഈ കൺസിഡർ ഈ ടേബിളിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ഓക്കെ, അതാണ് ഇൻസേർട്ട് അനോമലി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കനോട്ട് ഇൻസേർട്ട് ആൻ എംപ്ലോയി അൺലെസ് ഷീ ഓർ ഹി ഈസ് അസൈൻ ടു എ പ്രൊജക്റ്റ്. അതുപോലെ തന്നെ ഒരു എംപ്ലോയിനെ നമുക്ക് എംപ്ലോയി പ്രൊജക്റ്റിലേക്ക് ആഡ് ചെയ്യണം എന്നേക്കും. ബട്ട് ആ എംപ്ലോയിനെ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, ഒരു പ്രൊജക്റ്റിലേക്ക് അസൈൻ ചെയ്യണം. ഇൻ കേസ് ഒരു എംപ്ലോയിനെ പ്രൊജക്റ്റിലേക്ക് അസൈൻ ചെയ്തില്ലെങ്കിൽ എന്താവും, പ്രൊജക്റ്റ് നമ്പറും പ്രൊജക്റ്റ് നെയിമും നള്ള. പ്രൊജക്റ്റ് നെയിം നള്ളാന്ന് കുഴപ്പമില്ലാന്ന് നിൽക്കുക. ബട്ട് പ്രൊജക്റ്റ് നമ്പർ നള്ളായിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും നള്ളാവാൻ വേണ്ടി പറ്റൂല. കാരണം എന്താ, പ്രൊജക്റ്റ് നമ്പർ എന്ന് പറയുന്നത് പ്രൈമറി കീയിലെ പ്രൈമറി കീ ആണ്. പ്രൈമറി കീ ഒരു കാരണവശാലും എന്താവാൻ പാടില്ല, നള്ളാവരുത്. സോ അതാണ് ഇൻസേർട്ട് അനോമലി എന്ന് പറയുന്നത്. ദെൻ ഡിലീറ്റ് അനോമലി. വെൻ എ പ്രൊജക്റ്റ് ഈസ് ഡിലീറ്റഡ് it will result in deleting all employees who work on that project. Alternatively, if an employee is the sole employee on a project, deleting that employee would result in deleting the corresponding project. Okay, delete anomaly എന്ന് പറഞ്ഞാൽ ഇൻ കേസ് നമ്മളൊരു പ്രൊജക്റ്റ് ഡിലീറ്റ് ചെയ്യണം. സോ ഒരു പ്രൊജക്റ്റ് നമ്മൾ ഡിലീറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, ആ പ്രൊജക്റ്റിൻ്റെ കീഴിൽ ആ പ്രൊജക്റ്റിൽ വർക്ക് ചെയ്യുന്ന എല്ലാ എംപ്ലോയീസിനെ കൂടി ഡിലീറ്റ് ആവും. ഒരു പ്രൊജക്റ്റ് നെയിം നമ്മൾ ഡിലീറ്റ് ചെയ്യും. ആ പ്രൊജക്റ്റ് ഡിലീറ്റ് ചെയ്യുമ്പോൾ ഷുവറായിട്ട് എന്നാൽ ആ പ്രൊജക്റ്റ് നെയിം ഡിലീറ്റ് ആവും, ദെൻ അതിൻ്റെ പ്രൊജക്റ്റ് ID ഡിലീറ്റ് ആവും. സോ പ്രൊജക്റ്റ് ID ഡിലീറ്റ് ആകുന്ന എംപ്ലോയി IDയും ഡിലീറ്റ് ആവും. കാരണം എന്താണ്, എംപ്ലോയി IDയും പ്രൊജക്റ്റ് IDയും കൂടിയാണ് അവിടെ പ്രൈമറിക്ക് വരുന്നത്. സോ എന്തെയും ആ പ്രൊജക്റ്റ് കറസ്പോണ്ടിങ് പ്രൊജക്റ്റിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസ് കൂടി എന്താവും, ഡിലീറ്റ് ആവും. അല്ലെങ്കിൽ ഇൻ കേസ് ഒരു എംപ്ലോയി മീൻസ് ഒരു സിംഗിൾ പ്രൊജക്റ്റ്, ആ സിംഗിൾ പ്രൊജക്റ്റിൽ ഒരു സിംഗിൾ എംപ്ലോയിയെ വർക്ക് ചെയ്യുന്നത്. ഇൻ കേസ് നമ്മൾ ആ പ്രൊജക്റ്റ് ഡിലീറ്റ് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു എംപ്ലോയി നമ്മൾ റിസൈൻ ചെയ്ത് പോയി നിൽക്കും. സോ ആ എംപ്ലോയി റിസൈൻ ചെയ്ത് പോയി, അവിടെ പ്രൊജക്റ്റ് അവിടെ തന്നെ ഉണ്ട്. ബട്ട്
ആ എംപ്ലോയി മാത്രമേ ആ പ്രൊജക്റ്റിൽ വർക്ക് ചെയ്യുന്നുള്ളൂ. സോ അങ്ങനെയാണെങ്കിൽ എന്താവും, ആ പ്രൊജക്റ്റ് കൂടി ഡിലീറ്റ് ആവും. എംപ്ലോയി ഡിലീറ്റ് ചെയ്യുമ്പോൾ പ്രൊജക്റ്റ് കൂടെ ഡിലീറ്റ് ആവും. സോ ഇതാണ് ഡിലീറ്റ് അനോമലി എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ നമ്മളൊരു എക്സാമ്പിളാണ് കൊടുത്തിരിക്കുന്നത്. അപ്ഡേറ്റ് അനോമലി വരുമ്പം ഈ അനോമലീസ് നമ്മൾ ഈ ഡിസ്കസ് ചെയ്ത 3 അനോമലീസും, അതായത് ഇൻസേർട്ട് അനോമലി, ഡിലീറ്റ് അനോമലി, മോഡിഫിക്കേഷൻ അനോമലീസ്, ആ അനോമലീസ് വരുന്ന ഒരു എക്സാമ്പിളാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് എംപ്ലോയി ഡിപ്പാർട്ട്മെൻറ്റ്, അതിൻ്റെ അകത്ത് എന്താണ് എംപ്ലോയിൻ്റെ ഡീറ്റെയിൽസും ഉണ്ട്, ഡിപ്പാർട്ട്മെൻറ്റ് ഡീറ്റെയിൽസും ഉണ്ടാവും. സോ ഇൻ കേസ് നമ്മൾ നേരത്തെ പറഞ്ഞ അതേ സംഭവം തന്നെ, നമ്മളൊരു ഡിപ്പാർട്ട്മെൻറ്റ് ഡിലീറ്റ് ചെയ്യുകയാണെങ്കിൽ എന്താണ് ആ ഫുൾ എംപ്ലോയീസിനെ കൂടെ ഡിലീറ്റ് ആവും. സോ ഇവിടെ നമ്മൾ എന്ത് ചെയ്യും, രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടുള്ളത്. മീൻസ് ഒരു ടേബിളിൽ തന്നെ എന്തിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് ഉണ്ട്, എംപ്ലോയിൻ്റെ ഡീറ്റെയിൽസും വരുന്നുണ്ട്, ഡിപ്പാർട്ട്മെൻറ്റ് ഡീറ്റെയിൽസും വരുന്നുണ്ട്. സോ അതിൻ്റെ പ്രൈമറിക്കായിട്ട് SSN വരും, D നമ്പറും വരും. സോ ആ ഒരു കേസിൽ എംപ്ലോയി പ്രൊജക്റ്റിൻ്റെ കേസിൽ നമ്മൾ എന്ത് ചെയ്യും, SSN-ഉം P നമ്പറിനെയും രണ്ടിനെയും കൂടി ആയിട്ട് എന്ത് ചെയ്യും, പ്രൈമറിക്കായിട്ട് ക്രിയേറ്റ് ചെയ്യും. സോ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത സെയിം ടേബിൾ തന്നെ എംപ്ലോയി പ്രൊജക്റ്റ് എന്ന് പറയുന്നത്. സോ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു അതെങ്ങനെയാണ് വരുന്നത് എന്നുള്ളത്, മീൻസ് അതെങ്ങനെയാണ് എഫക്റ്റ് ചെയ്യുന്നുള്ളത്. ഇനി ഗൈഡ് ലൈൻ 2, ഇൻഫോർമേഷൻസ് ഇൻ ടപ്പിൾസ് ആൻഡ് അപ്ഡേറ്റ് അനോമലീസ്. Design a schema that does not suffer from insertion, deletion and update anomalies. If any anomalies are present, note them clearly and make sure that the programs that update the database will operate correctly. Yes, നമ്മളിപ്പം ഒരു ഡാറ്റാബേസ്, അതായത് റിലേഷൻ സ്കീമ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ നോക്കേണ്ടത് അവിടെ ഈ അനോമലീസ് ഒന്നും ഉണ്ടാവില്ല എന്ന് ഷുവർ വരുത്തണം. ഇൻ കേസ് അവിടെ ഒരു അനോമലീസ് ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്ത് ചെയ്യണം, മാറ്റണം. Okay. Then null values in tuples. The relation should be designed such that the tuples will have a few null values as possible. Yes, അതിൻ്റെ ടപ്പിൾസിൽ എന്ത് ചെയ്യണം, മാക്സിമം നമ്മൾ എന്ത് ചെയ്യണം, null valuesനെ അവോയ്ഡ് ചെയ്യണം. Attributes that are null frequently could be placed in a separate relation. In case ഒരു ആട്രിബ്യൂട്ടിന് ഫ്രീക്വൻ്റ് ആയിട്ട് null values ഉണ്ടെങ്കിൽ അതിനെന്ത് ചെയ്യണം, സെപ്പറേറ്റ് ആയിട്ട്, മീൻസ് ഇപ്പം നമ്മളിപ്പോൾ ഒരു ക്രിയേറ്റ് ചെയ്യുന്നത് ഒരു റിലേഷൻ, ആ റിലേഷൻ്റെ അകത്ത് ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ആട്രിബ്യൂട്ട് മീൻസ് ആ ആട്രിബ്യൂട്ട് നമ്മൾക്ക് എന്ത് ചെയ്യുന്നത്, ഫ്രീക്വൻ്റ് ആയിട്ട് നൾ വാല്യൂസ് ആണ് ആ ആട്രിബ്യൂട്ടിലേക്ക് നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്നത്. സോ അങ്ങനെയുള്ള ആട്രിബ്യൂട്ടിനെ നമ്മൾ എന്ത് ചെയ്യണം, സെപ്പറേറ്റ് ആയിട്ട് മേക്ക് ചെയ്യണം. സോ നമ്മളൊരു ആ ഒരു ആട്രിബ്യൂട്ടിനെ നമ്മൾ വേറൊരു ടേബിളായിട്ട് തന്നെ മേക്ക് ചെയ്യുക. സോ അങ്ങനെ ടേബിളായിട്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അതിൻ്റെ കൂടെ ആ ആട്രിബ്യൂട്ടിൻ്റെ കൂടെ നമ്മൾ എന്തും കൂടെ ചേർക്കണം, നമ്മൾ പ്രൈമറി കീ ചെയ്യുന്ന ആ പ്രൈമറി കീ കൂടി ഇൻക്ലൂഡഡ് ആയിട്ട് ആ ഒരു ആട്രിബ്യൂട്ടിനെ സെപ്പറേറ്റ് ടേബിളായിട്ട് മാറ്റും. ഫോർ എക്സാമ്പിൾ, ഇപ്പം ഒരു സ്റ്റുഡൻറ്റിൻ്റെ അല്ലെങ്കിൽ ഒരു പാരൻസിൻ്റെ ഡീറ്റെയിൽസ് എടുക്കുന്നു. ഓക്കെ, ഒരു കോളേജിൽ ഒരു PT ഉണ്ട്, ആ PTൻ്റെ അത് പാരൻസിൻ്റെ ഡീറ്റെയിൽസ് എടുക്കുന്നു. സോ പാരൻസിൻ്റെ ഡീറ്റെയിൽസിൽ അവിടെ ഇമെയിൽ എന്ന് പറഞ്ഞൊരു ഇതും കൂടിയുണ്ട്. സോ എല്ലാ പാരൻസിനും ഇമെയിൽ ഉണ്ടാവണമെന്നില്ല. സോ അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, പാരൻറ്റിൻ്റെ ഒരു ID ഉണ്ടാവും, നെയിമും ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ടാവും. ബട്ട് ഇമെയിൽ എന്നുള്ള കോളം അവിടെ ബ്ലാങ്ക് ആണ്, മീൻസ് മിക്കതും ബ്ലാങ്ക് ആണ്, മിക്കതും ഇമെയിൽ ഇല്ല. സോ അങ്ങനെ വരുമ്പോൾ കേസ് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, ആ നമ്മളെ പാരൻറ്റിൻ്റെ പ്രൈമറി കീ പാരൻറ്റ് ഐഡിനെയും ഇമെയിലിനെയും കൂടെ എടുത്തിട്ട് സെപ്പറേറ്റ് ആയിട്ടൊരു ടേബിൾ ആക്കുക. അവിടെ പ്രൈമറി കീ കൂടി മീൻസ് ഇമെയിലിന് സെപ്പറേറ്റ് ടേബിൾ ആക്കുക. അങ്ങനെ ഇമെയിലിന് സെപ്പറേറ്റ് ടേബിൾ ആക്കുമ്പം നമ്മൾ അവിടെ എന്തും കൂടി ഇൻക്ലൂഡ് ചെയ്യണം, പ്രൈമറി കീനെ കൂടെ അവിടെ ഇൻക്ലൂഡ് ചെയ്യണം. ഓക്കെ, സോ നമ്മൾ എന്ത് ചെയ്യും, ഏതാണോ നൾ വാല്യൂ വരുന്നത് ആ ആട്രിബ്യൂട്ട് നമ്മൾ എന്താക്കുക, സെപ്പറേറ്റ് ടേബിളായിട്ട് കൺസിഡർ ചെയ്യാം. സോ അങ്ങനെ കൺസിഡർ ചെയ്യുമ്പം ഇതിനകത്തിലെ പ്രൈമറി കീ കൂടെ അവിടെ ഇൻക്ലൂഡഡ് ആവണം. ഓക്കെ, attributes that are null frequently could be placed in separate relation with the primary key. Okay, reasons for null values ഉണ്ടാവുന്ന reasons. Attributes not applicable or invalid ആയ ഒരു ആട്രിബ്യൂട്ട് വരുമ്പോൾ അപ്ലിക്കബിൾ അല്ലാത്തതൊക്കെ. ഇപ്പം മാരീഡോ അൺമാരീഡോ ഉള്ളത്, മാരീഡ് ആണോ ചോദിക്കുന്നത്, ചിലപ്പോൾ അവിടെ മാരീഡ് ആയിരിക്കില്ല. ഇപ്പം ചിൽഡ്രൻസിൻ്റെ കേസ് നോക്കുന്നു. സോ ചിൽഡ്രൻസിൻ്റെ കേസ് ചിലപ്പോൾ മാരീഡ് അല്ലെങ്കിൽ അവിടെ ചിൽഡ്രൻസ് ഉണ്ടാവില്ല അല്ലേ. സോ അങ്ങനത്തെ കേസ് അവിടെ ആപ്ലിക്കബിൾ അല്ല.
പെർട്ടിക്കുലർ പേഴ്സൺസ് ആപ്ലിക്കബിൾ ആയിരിക്കില്ല. ആട്രിബ്യൂട്ട്സ് വാല്യൂസ് അൺനോൺ. ഇൻ കേസ് അവിടെ ആരും മീൻസ് ആ ആട്രിബ്യൂട്ട് അവിടെ ഉണ്ട്, മീൻസ് അതിൻ്റെ വാല്യൂ അവിടെ ഉണ്ട്, ബട്ട് നമുക്കറിയില്ല. അങ്ങനെയുള്ള കേസിൽ അവിടെ നള്ളാവാം. ദ വാല്യൂ നോൺ ടു എക്സിസ്റ്റ് ബട്ട് അൺഅവൈലബിൾ. നമുക്ക് അവൈലബിൾ അല്ല. ഓക്കെ. Spurious tuples. Bad designs for a relation database may result in errors for certain join operation. ഇപ്പം നമ്മളെ ഡാറ്റാബേസിൻ്റെ ഡിസൈൻ മീൻസ് ഗുഡ് ഡിസൈൻ അല്ലെങ്കിൽ ഇൻ കേസ് നമ്മൾ എന്ത് ചെയ്യാം, ഇപ്പോൾ ഒരു ജോയിൻ ക്രിയേറ്റ്, ഇപ്പം നമുക്കറിയാം എന്തൊക്കെ ജോയിൻസ് എന്ന് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. നാച്ചുറൽ ജോയിൻ്റെ കേസൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ അങ്ങനെ ജോയിൻ ചെയ്യുമ്പം അത് സ്പ്യൂരിയസ് ടപ്പിൾസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ചാൻസ് ഉണ്ട്. The lossless join property is used to guarantee the meaningful results for join operation. Join operation meaningful results നമ്മൾ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ lossless join property യൂസ് ചെയ്യുന്നത്. ഓക്കെ. Spurious tuples means in case നമ്മൾ രണ്ട് ടേബിളിനെ ജോയിൻ ചെയ്യുമ്പോൾ, ഓക്കെ, നമ്മൾ ആ രണ്ട് ടേബിളിനെ കറക്റ്റായിട്ട് ഡിസൈൻ ചെയ്തിട്ടില്ല. സോ അങ്ങനെ വരുമ്പോൾ അങ്ങനെയുള്ള ടേബിൾസ് നമ്മൾ ജോയിൻ ചെയ്യുമ്പം ഇൻ കേസ് നമുക്കത് എക്സ്ട്രാ ടപ്പിൾസ് അല്ലെങ്കിൽ എക്സ്ട്രാ റോസ് വരാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, അതിനാണ് നമ്മൾ സ്പ്യൂരിയസ് ടപ്പിൾസ് എന്ന് പറയുന്നത്. The relationship should be designed to satisfy the lossless join condition. സോ നമ്മൾ റിലേഷൻസ് എന്ത് ചെയ്യണം, ലോസ്ലെസ് ജോയിൻ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. അങ്ങനെയാണ് നമുക്ക് എന്ത് വരില്ല, സ്പ്യൂരിയസ് ടപ്പിൾസ് ക്രിയേറ്റ് ആവില്ല. സ്പ്യൂരിയസ് ടപ്പിൾസ് മീൻസ് നമ്മൾ ജോയിൻ ചെയ്യുന്ന ടൈമിൽ മീൻസ് ഓൾറെഡി ഇല്ലാത്ത മീൻസ് എക്സ്ട്രാ ടപ്പിൾസ് വരാൻ വേണ്ടി ചാൻസ് ഉണ്ട്. അതിന് നമ്മൾ സ്പ്യൂരിയസ് ടപ്പിൾസ് എന്ന് പറയുന്നത്. ഓക്കെ. Non-spurious tuples should be generated by doing natural join. നാച്ചുറൽ ജോയിൻ എന്ന ജോയിൻ ചെയ്യുമ്പം ഒരു റിലേഷൻ നമ്മൾ നാച്ചുറൽ ജോയിൻ അപ്ലൈ ചെയ്യുമ്പം അവിടെ സ്പ്യൂരിയസ് ടപ്പിൾസ് വരാൻ വേണ്ടി പാടില്ല. സോ ആ സ്പ്യൂരിയസ് ടപ്പിൾസിനെ നോക്കുന്നത് മീൻസ് ഇല്ലാന്ന് ഗ്യാരണ്ടി ചെയ്യുന്ന ഒരു പ്രോപ്പർട്ടിയാണ് ലോസ്ലെസ് ജോയിൻ എന്ന് പറയുന്ന പ്രോപ്പർട്ടി. ഓക്കെ. ദെൻ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫണ്ടമെൻ്റൽ ഡിപ്പെൻഡൻസീസ്. Fundamental dependencies are used to specify normal measures of the goodness of relation design. Fundamental dependencies and keys are used to define normal forms. Yes, normal forms define ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഫണ്ടമെൻ്റൽ ഫങ്ഷണൽ ഡിപ്പെൻഡൻസി. ഫണ്ടമെൻ്റൽ ഡിപ്പെൻഡൻസി അല്ല, ഫങ്ഷണൽ ഡിപ്പെൻഡൻസീസ് ആൻഡ് കീസ്. Functional dependencies are constraints that are derived from the meaning and interrelation of data attributes. A set of attributes X functionally determines a set of attributes Y. If the value of X determines unique value of Y. ഒരു X എന്ന് പറയുന്ന attribute functionally determines Y എന്ന് പറയണമെങ്കിൽ എക്സ് എന്ത് ചെയ്യണം, എക്സ് എന്ന വാല്യൂ വൈനെ യുണീക്ലി ഡിറ്റർമൈൻ ചെയ്യണം. മീൻസ് എക്സ് എന്ന വാല്യൂ യൂസ് ചെയ്ത് നമുക്ക് വൈനെ ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടി പറ്റണം. ഫോർ എക്സാമ്പിൾ, ഒരു എക്സാമ്പിൾ വെച്ച് പറയുകയാണെങ്കിൽ ഒരു ഐ ഡി ഉണ്ട്. നമ്മളൊരു സ്റ്റുഡൻറ്റ് എന്ന ടേബിൾ ഒരു ഐ ഡി അല്ലെങ്കിൽ എംപ്ലോയി എന്ന ടേബിൾ എംപ്ലോയി ഐ ഡി ഉണ്ടാവും, എംപ്ലോയി നെയിം ഉണ്ടാവും. സോ എംപ്ലോയി ഐ ഡി ഡിറ്റർമൈൻസ് എംപ്ലോയി നെയിം എന്ന് പറയണമെങ്കിൽ ആ ഐ ഡി യൂസ് ചെയ്തിട്ട് നമുക്ക് ആ നെയിമെ യുണീക്ലി ഡിറ്റർമൈൻ ചെയ്യണം. ആ ഒരു വ്യക്തിനെ, ഒരു ഐ ഡി യൂസ് ചെയ്തിട്ട് ആ വ്യക്തിയെ നമുക്ക് യുണീക്ലി ഡിറ്റർമൈൻ ചെയ്യണം. ഫോർ എക്സാമ്പിൾ അപ്പോൾ നമ്മളെ കേസിന് എടുക്കുകയാണെങ്കിൽ നമുക്ക് വോട്ടർ ഐ ഡി ഉണ്ട്. സോ ഒരു വോട്ടർ ഐ ഡി യുണീക്ലി ഡിറ്റർമൈൻസ് എ പേഴ്സൺ എന്ന് പറയണമെങ്കിൽ ഒരു വോട്ടർ ഐ ഡി എടുത്താൽ അത് ഒറ്റ പേഴ്സണെ മാത്രമേ ഡിറ്റർമൈൻ ചെയ്യുള്ളൂ. മീൻസ് സെയിം വോട്ടർ ഐ ഡി ഉണ്ടെങ്കിൽ ആ സെയിം വോട്ടർ ഐ ഡി വേറൊരു പേഴ്സണും കൂടെ ഡിറ്റർമൈൻ ചെയ്യുന്നുണ്ടെങ്കിൽ, വേറൊരു പേഴ്സണും കൂടെ ആ ഒരു വോട്ടർ ഐ ഡി ഉണ്ടെങ്കിൽ നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല ആ വോട്ടർ ഐ ഡി ഫങ്ഷണലി ഡിറ്റർമൈൻസ് ആ പേഴ്സണെ ഡിറ്റർമൈൻ ചെയ്യുന്നുണ്ടെന്ന് പറയാൻ പറ്റില്ല. ഓക്കെ. അതായത് ഇപ്പോൾ എക്സ് എന്ന് പറഞ്ഞൊരു പ്രൈമറിക്ക്, ആ പ്രൈമറിക്ക് എന്താവണം, ആ ഒരു വ്യക്തിനെ ഇപ്പോൾ ഒരു നെയിമാണ് കൊടുത്ത് മീൻസ് വൈ എന്ന് പറഞ്ഞൊരു നെയിം വന്നാൽ ആ വ്യക്തിനെ യുണീക്ലി ഡിറ്റർമൈൻ ചെയ്യണം. ആ വ്യക്തിനെ മാത്രമേ ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടി പാടുള്ളൂ. വേറെ വ്യക്തിനെ ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടി ആ ഐ ഡി യൂസ് ചെയ്യാൻ വേണ്ടി പാടില്ല. അങ്ങനെ നമ്മൾ പറയാം രണ്ട് ആട്രിബ്യൂട്ട്സ് ഫങ്ഷണലി ഡിറ്റർമൈൻ ചെയ്യുന്നുണ്ട് എന്ന്. ഓക്കെ. എക്സ് അതിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ആരോ വെച്ചിട്ട്. എക്സ് functionally determines y holds if whenever two tuples have the same value for x. ഇപ്പോൾ രണ്ട് ടൈപ്പിൾസ്, ഇപ്പം എക്സ് നമ്മൾ
യൂണിക്ലി ഡിറ്റർമൈൻസ് വൈ എന്ന് പറയുന്നത്. സോ നമ്മൾ എന്ത് ചെയ്തു, ഒരു ടേബിൾ എടുത്തു. ആ ടേബിളിൽ എക്സ്, അതായത് ഒരു ടപ്പിൾ എക്സ് എന്നുള്ള 2 വാല്യൂസ് ഉണ്ട്. ഓക്കെ, ദേ മസ്റ്റ് ഹാവ് 2 ടപ്പിൾസ്, 2 ടപ്പിൾസ് എടുത്തു. അതായത് 2 റോയിലും സെയിം ഐ ഡി ഉണ്ട്. ഇപ്പം 1 1 എന്നിട്ട് 2 റോയിലും സെയിം ഐ ഡി ഉണ്ടെന്ന് വിചാരിക്കുക. ദേ മസ്റ്റ് ഹാവ്, അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വൈ വാല്യൂ എന്തായിരിക്കണം, സെയിം ആയിരിക്കണം. ഫോർ എക്സാമ്പിൾ, എക്സ് എന്ന് പറയുന്നത് ഐ ഡി ആയിട്ട് എടുക്കുക, വൈ എന്ന് പറയുന്നത് നെയിം ആയിട്ട് എടുക്കുക. ഇപ്പോൾ 1 എന്ന് പറഞ്ഞാൽ എക്സ് 1 ആണെങ്കിൽ, അല്ലെങ്കിൽ എക്സ് എന്ന് പറഞ്ഞാൽ 2 കോളം, അതിൻ്റെ അകത്ത് 2 1 ഉണ്ട്. ഓക്കെ, എക്സ് ഐ ഡി ആണ്, ഐ ഡി 1 2 ഉണ്ട്. ദെൻ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നെയിം ഉണ്ടാവും അല്ലേ, ഐ ഡി 1 കറസ്പോണ്ടിങ് ആയിട്ട് ഒരു നെയിം ഉണ്ടാവും, രണ്ടാമത്തെ ഐ ഡി 1 കറസ്പോണ്ടിങ് ആയിട്ട് നെയിം ഉണ്ടാവും. സോ ആ 2 നെയിമും എന്തായിരിക്കണം, ഈക്വൽ ആയിരിക്കണം. അല്ലെങ്കിൽ നമുക്കൊരിക്കലും ഫങ്ഷണലി ഡിറ്റർമൈൻ ചെയ്യുന്നു പറയാൻ വേണ്ടി പറ്റില്ല. For any 2 tuples T1 and T2 in any relation instance R of R, if T1 of x equal to T2 of x, T1 of x means ഫസ്റ്റ് ടപ്പിൾ, അതായത് ഫസ്റ്റ് ടപ്പിൾ എടുത്തു, ഒന്നാമത്തെ റോ എടുത്തു, ആ റോയിൽ ഐ ഡി 1 ആണ്. രണ്ടാമത്തെ റോ എടുത്തു, ആ റോയിൽ ഐ ഡി 1 ആണ്. ഓക്കെ, അത് T1 of x ഇസിക്കൽ T2 of x. ഓക്കെ, എക്സിൻ്റെ കേസ് ഓക്കെയാണ്. എക്സ് എന്ന് പറഞ്ഞാൽ ഐ ഡി ആണ്. ഫസ്റ്റ് റോയിൽ T1, അതായത് ഫസ്റ്റ് ടപ്പിൾ എടുത്തു, ഫസ്റ്റ് റോ എടുത്തു, അതിനകത്ത് എക്സിൻ്റെ വാല്യൂ 1 ആണ്. സെക്കൻഡ് റോ എടുത്തു, അതിൻ്റെ അകത്ത് ഐ ഡിൻ്റെ വാല്യൂ അഗൈൻ 1 ആണ്. ഓക്കെ, ദെൻ T2 of y ഈക്വൽ ടു, അങ്ങനെയാണെങ്കിൽ T2 of y T1 of y T2 of y ഈക്വൽ ആവണം. അതായത് 1ന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ വൈൻ്റെ വാല്യൂ ഇല്ല, അത് നെയിമാണ്. സോ ആ നെയിം എടുക്കും, 1ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള നെയിം ഇപ്പം റാമാണെങ്കിൽ ഫസ്റ്റ് ടപ്പിളിൽ 1ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള നെയിം റാമ, സെക്കൻഡ് ടപ്പിളിലും 1ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള നെയിം റാമായിരിക്കണം. ഇല്ലെങ്കിൽ ഒരിക്കലും നമുക്കത് ഫങ്ഷണലി ഡിപ്പെൻഡൻ്റ് ആണെന്ന് പറയാൻ വേണ്ടി പറ്റില്ല. ഓക്കെ, if x functionally determines y in R, specifies a constraint on all relation instance R of R, written as x arrow y, can be displayed graphically on a relationship as in figure denoted by the arrow. Functional dependency are derived from the real world constraints on the attributes. So examples on functional dependency constraints. Social security number determines employee name. Yes, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ, അതായത് സോഷ്യൽ സെക്യൂരിറ്റി നമ്പർ എംപ്ലോയി നെയിം ഡിറ്റർമൈൻ ചെയ്യുന്നുണ്ട്. അത് അവിടെ ദാറ്റ് ഈസ് എക്സ് വാല്യൂ SSN ആണ്, വൈ വാല്യൂ ആണ് ഈ നെയിം. സോ നമുക്ക് ഓരോ വ്യക്തിനും യുണീക്ലി ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി എന്ത് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും, അതിൻ്റെ SSN യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, പ്രോജക്റ്റ് നമ്പർ ഡിറ്റർമൈൻസ് പ്രോജക്റ്റ് നെയിം ആൻഡ് ലൊക്കേഷൻ. പ്രോജക്റ്റ് നമ്പർ എന്നുള്ളത് അതിന് പ്രൈമറി കീ ആണ്. സോ അതിന് പി നെയിമിനും പി ലൊക്കേഷനും യൂണീക്ലി ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടി പറ്റും. അതൊരു എക്സാമ്പിളാണ് ഏത് ഫങ്ഷൻ ഡിപ്പെൻഡൻസിൻ്റെ. എംപ്ലോയി SSN ആൻഡ് പ്രോജക്റ്റ് നമ്പർ ഡിറ്റർമൈൻസ് ദ അവേഴ്സ് ആസ് പെർ ദ വീക്ക് ദാറ്റ് ദ എംപ്ലോയി വർക്ക്സ് ഓൺ ദ പ്രൊജക്റ്റ്. യെസ്, അതുപോലെ തന്നെ SSNും പി നമ്പറും അതിനെ യൂണീക്ലി അവേഴ്സിനെ യൂണീക്ലി ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, നമ്മൾ പറഞ്ഞു ഒരു പ്രൈമറി കീ എടുത്താൽ ആ പ്രൈമറി കീനെ അതിൻ്റെ അകത്തിലെ ഏതൊരു ആട്രിബ്യൂട്ടിനും യൂണീക്ലി ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, the functional dependency is a property of the attribute in the schema R. The constraints must hold on every relation instance R of R. If K is the key of R, K is the key, then K functionally determines all attribute in R. Yes, ഇപ്പം നമ്മൾ ഒരു റിലേഷൻ ടേബിൾ എടുക്കുകയാണെങ്കിൽ ഇപ്പം ആ ടേബിളിൻ്റെ ഒരു കീ ആണ് K എന്ന് പറയുന്നത്. സോ നമുക്ക് എന്ത് പറയാം, നമുക്ക് കണ്ണും കൂട്ടി പറയാം കീ എന്ന് പറഞ്ഞാൽ ഫങ്ഷണലി എല്ലാ ആട്രിബ്യൂട്ടിനും ഫങ്ഷണലി ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റുന്നു പറയാൻ വേണ്ടി പറ്റും. യെസ്, അതിനകത്തുള്ള എല്ലാ ആട്രിബ്യൂട്ട്സിനും കീന് ഫങ്ഷണലി ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, ദെൻ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മളെ നോർമൽ ഫോംസ് നമ്മൾ പറഞ്ഞു എന്തിൻ്റെയൊക്കെ ബേസിലാണ്, കീസിൻ്റെയും ഫങ്ഷൻ ഡിപ്പെൻഡൻസിൻ്റെയും ഒക്കെ ബേസിലാണെന്നൊക്കെ പറഞ്ഞു. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫങ്ഷൻ ഡിപ്പെൻഡൻസിയിലെ ഇൻഫറൻസ് റൂളിനെ പറ്റിയിട്ടാണ്. Schema designer usually specifies those functional dependencies which are obvious. However,
Several other function dependency hold in legal relation instance that satisfy the dependencies in F. Set of function dependency that are specified on relation schema R. These other dependencies can be inferred or deducted from function dependencies in F. അതായത് നമ്മൾ ഓൾറെഡി ഒരു ഫംഗ്ഷൻ ഡിപ്പെൻഡൻസി തരും, ദെൻ അതിൻ്റെ അത് നമുക്ക് വേറൊന്ന് കൺക്ലൂഡ് ചെയ്യാൻ പറ്റും, ഇൻഫർ ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അതാണ് ഇൻഫറൻസ് റൂൾ എന്ന് പറയുന്നത്. ഇപ്പോൾ ഓൾറെഡി 2 കേസ് നമുക്ക് തന്നിട്ടുണ്ട്. സോ അതിൻ്റെ അത് നമുക്ക് അടുത്ത കേസ് കൺക്ലൂഡ് ചെയ്യാം. Formally, it is used to define the concept called closure that include all possible dependencies that can be inferred from the given set of F. നമുക്കൊരു സെറ്റ് ഓഫ് ഫംഗ്ഷൻ ഡിപ്പെൻഡൻസി തന്നിട്ടുണ്ട്. ആ സെറ്റ് ഓഫ് ഫംഗ്ഷൻ ഡിപ്പെൻഡൻസി വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യും, അടുത്ത ഫംഗ്ഷൻ ഡിപ്പെൻഡൻസി ഇതാവും എന്ന് കൺക്ലൂഡ് ചെയ്യാൻ വേണ്ടി പറ്റും, അല്ലെങ്കിൽ ഇൻഫർ ചെയ്യാൻ വേണ്ടി പറ്റും. അതാണ് ഫംഗ്ഷൻ ഡിപ്പെൻഡൻസിയിൽ ഇൻഫറൻസ് റൂൾ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് 2 സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്തിട്ട് അതിൻ്റെ കൺക്ലൂഷൻ എന്താണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. ഫോർ എക്സാമ്പിൾ, നമ്മൾ പണ്ട് പഠിച്ചതാണ്. ഇപ്പം റാം, ശിവ, കാർത്തി. രാമും ശിവയും കാർത്തിയും ഇത് 3 സഹോദരങ്ങളാണ്. ഓക്കെ, നമുക്കിപ്പം തന്നിരിക്കുന്ന കണ്ടീഷൻ റാം എന്ന് പറയുന്നത് ശിവൻ്റെ ബ്രദറാണ്, ശിവ എന്ന് പറയുന്നത് കാർത്തിൻ്റെ ബ്രദറാണ്. സോ ഈ 2 കണ്ടീഷൻ തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കൺക്ലൂഡ് ചെയ്യാം, റാമും കാർത്തിയും ബ്രദേഴ്സാണ് കൺക്ലൂഡ് ചെയ്യാം. അങ്ങനത്തെ ഉണ്ടാവില്ലേ, മീൻസ് ഓൾറെഡി 2 കണ്ടീഷൻ തന്നിട്ട് ആ 2 കണ്ടീഷൻ്റെ അകത്ത് നമുക്കൊരു കൺക്ലൂഷൻ എത്താം, വേറൊരു ഫംഗ്ഷൻ ഡിപ്പെൻഡൻസി നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ വേണ്ടി പറ്റും. അതാണ് ഇൻഫറൻസ് റൂൾ എന്ന് പറയുന്നത്. ഓക്കെ, inference rules for function dependencies. Formally, the set of all function dependencies that include F as well as all dependencies that can be inferred from SF is called the closures of F. Function dependency നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്യുന്ന ഫംഗ്ഷൻ ഡിപ്പെൻഡൻസിയും ദെൻ ഓൾറെഡി ഡിസ്കസ് ചെയ്യുന്ന ഫംഗ്ഷൻ ഡിപ്പെൻഡൻസി എന്നത് നമുക്ക് ഇൻഫർ ചെയ്യാം, കൺക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന ഫംഗ്ഷൻ ഡിപ്പെൻഡൻസി, അത് നമ്മൾ ക്ലോഷർ ഓഫ് F എന്ന് പറയുന്നത്. To determine a systematic way to infer the dependencies, a set of inference rules can be used to infer new dependencies from the given set of dependencies. നമുക്ക് ഒരു സെറ്റ് ഓഫ് ഡിപ്പെൻഡൻസി തരും. സോ അതിൻ്റെ അത് നമുക്ക് ഇൻഫർ ചെയ്യാൻ പറ്റുന്ന അതർ ഡിപ്പെൻഡൻസീസ് നമുക്ക് നോക്കാം. സോ അതാണ് ഇൻഫറൻസ് റൂൾസ് എന്ന് പറയുന്നത്. ഫസ്റ്റ് ഇൻഫറൻസ് റൂൾ എന്ന് പറയുന്നത് റിഫ്ലെക്സീവ് റൂൾ. റിഫ്ലെക്സീവ് റൂൾ നിങ്ങൾ ഓൾറെഡി സെറ്റ് തിയറിയിൽ പഠിച്ചതായിരിക്കും. ദാറ്റ് ഈസ് ഇഫ് എക്സ് എന്ന് പറയുന്നത് വൈൻ്റെ സബ്സെറ്റാണ്, ദെൻ എക്സ് ഡിറ്റർമൈൻസ് വൈ ആണെങ്കിൽ, എക്സ് ഫംഗ്ഷണലി ഡിറ്റർമൈൻസ് വൈ എന്ന് നമുക്ക് പറയാമെങ്കിൽ ദെൻ വി ക്യാൻ സേ ദാറ്റ് എക്സ് ഡിറ്റർമൈൻസ് എക്സ്. ഓക്കെ, അത് ഫസ്റ്റ് ഇൻഫറൻസ് റൂൾ എന്ന് പറയുന്നത്. സെക്കൻഡ് ഇൻഫറൻസ് റൂൾ എന്ന് പറയുന്നത് ഓഗ്മെൻറ്റേഷൻ റൂളാണ്. ഇഫ് എക്സ് ഡിറ്റർമൈൻസ് വൈ ഇംപ്ലൈസ് എക്സ് സെറ്റ് ഡിറ്റർമൈൻസ് വൈ സെറ്റ്. അങ്ങനെയാണ് നമുക്ക് എന്ത് പറയാൻ പറ്റും, എക്സ് വൈ ഡിറ്റർമൈൻസ് വൈ, എക്സ് ഡിറ്റർമൈൻസ് വൈ ആണെങ്കിൽ വി ക്യാൻ ഇംപ്ലൈസ് എക്സ് ഡിറ്റർമൈൻസ് വൈ എന്ന് നമുക്ക് ഇൻഫറൻസ് ചെയ്യാൻ വേണ്ടി പറ്റും. ദെൻ ഇൻഫറൻസ് റൂൾ തേർഡ്, ട്രാൻസിറ്റീവ് ഡിപ്പെൻഡൻസി. ദാറ്റ് ഈസ് transitive rule, that is x determines y and y determines z, then we can infer that x determines z, and that is transitive rule. Then inference rule fourth and the decomposition or projective rule. If x determines y set, x y set determine cheyanengil we can say that x determines y and x determines z. Okay, then next rule is inference rule 5, union and additive rule. If we can say that നമ്മൾ നേരത്തെ പറഞ്ഞ decomposition റൂളിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്നത്. decomposition റൂളിൽ എന്താ പറയുന്നത്, എക്സ് ഡിറ്റർമൈൻസ് വൈ സെഡ് ആണെങ്കിൽ നമുക്കതിനെ ഡിക്കമ്പോസ് ചെയ്യാൻ വേണ്ടി പറ്റും. എക്സ് ഡിറ്റർമൈൻസ് വൈ എന്നും എക്സ് ഡിറ്റർമൈൻസ് സെഡ് എന്നും ഡിക്കമ്പോസ് ചെയ്യാൻ വേണ്ടി പറ്റും. ദെൻ അഡിറ്റീവ് റൂൾ എന്ന് പറയുന്നത് വെച്ചാൽ എക്സ് ഡിറ്റർമൈൻസ് വൈയും എക്സ് ഡിറ്റർമൈൻസ് സെഡും ആണെങ്കിൽ വി ക്യാൻ ഇൻഫർ ദാറ്റ് എക്സ് ഡിറ്റർമൈൻസ് വൈ സെഡ്. ദെൻ ഇൻഫറൻസ് റൂൾ 6th, pseudo transitive rule. X determines y wy determines z ആണെങ്കിൽ we can say that wx determines z, that is pseudo transitive rule. So ഇതൊക്കെയാണ് നിങ്ങളെ ഫംഗ്ഷൻ ഡിപ്പെൻഡൻസിൻ്റെ ഇൻഫറൻസ് റൂൾസ്.
The normalization of relation. What's normalization? The process of decomposing unsatisfactory bad relation by breaking up their attributes into smaller relations. നമ്മൾ ഒരു നോർമൽ ഫോംസിലേക്ക് മാറ്റി വെച്ചാൽ ഒരു റിലേഷൻ നമ്മൾ ഡിവൈഡ് ചെയ്ത് സ്മോളർ റിലേഷൻസ് ആയിട്ട് മാറ്റുക ചെയ്യുന്നത് നോർമലൈസേഷനിൽ. യെസ്, ദ പ്രോസസ് ഓഫ് ഡീകമ്പോസിങ് അൺസാറ്റിസ്ഫാക്ടറി ബാഡ് റിലേഷൻ. യെസ്, നമുക്ക് ബാഡ് റിലേഷൻ ബാഡ് ടേബിൾസിനെ നമ്മൾ എന്ത് ചെയ്തു, ബ്രേക്ക് ചെയ്തിട്ട്, അതായത് ബ്രേക്ക് ചെയ്തിട്ട് സ്മോളർ റിലേഷൻസ് ആയിട്ട് മാറ്റും. നോർമൽ ഫോം കണ്ടീഷൻ യൂസിങ്. നോർമൽ ഫോംസ് എന്തൊക്കെ വെച്ചിട്ടാണ് നോക്കുന്നത്? കണ്ടീഷൻസ് യൂസിങ് കീസും ആൻഡ് ഫങ്ഷൻ ഡിപ്പെൻഡൻസീസ് ഓഫ് എ റിലേഷൻ ടു സർട്ടിഫൈ വെദർ എ റിലേഷൻ സ്കീമ ഈസ് ഇൻ എ പാർട്ട് ഓഫ് നോർമൽ ഫോം. ഓക്കെ, നമ്മൾ ഏതെങ്കിലും ഒരു റിലേഷൻ എടുത്തിട്ട് ഒരു ഫസ്റ്റ് നോർമൽ ഫോമിലോ സെക്കൻഡ് നോർമൽ ഫോമിലാണോ നമ്മൾ ചെക്ക് ചെയ്യുന്നത് ഏതിൻ്റെയൊക്കെ ബേസിലാണ്? കീസിൻ്റെതും ഫങ്ഷൻ ഡിപ്പെൻഡൻസീസിൻ്റെ ബേസിലായിരിക്കും. 3NF, 2NF, 3NF, BCNF are based on keys and function dependencies on relation schema. Okay, 2NFും 3NFും BCNFും കീസിൻ്റെയും ഫങ്ഷൻ ഡിപ്പെൻഡൻസിന് ബേസ്ഡ് ആയിരിക്കും. 4NF എന്ന് പറഞ്ഞാൽ ബേസ്ഡ് ഓൺ കീസ് ആൻഡ് മൾട്ടി വാല്യൂ ഡിപ്പെൻഡൻസി. 4NF മൾട്ടി വാല്യൂ ഡിപ്പെൻഡൻസിൻ്റെ ബേസ്ഡിലായിരിക്കും. ഓക്കെ, 5th NF എന്ന് പറയുന്നത് ബേസ്ഡ് ഓൺ കീസ് ആൻഡ് ജോയിൻറ്റ് ഡിപ്പെൻഡൻസി. ജോയിൻറ്റ് ഡിപ്പെൻഡൻസിൻ്റെ കീസിൻ്റെ ബേസ്ഡ് ആയിരിക്കും. BCNF വരെ, 2NF തൊട്ട് BCNF വരെ കീസിൻ്റെയും ഫങ്ഷൻ ഡിപ്പെൻഡൻസിൻ്റെ ബേസിലായിരിക്കും. 4NFും 5NFും കീസിൻ്റെയും 4NF കീസിൻ്റെയും മൾട്ടി വാല്യൂ ഡിപ്പെൻഡൻസിൻ്റെ ബേസിലായിരിക്കും. 5NF കീസിൻ്റെയും ജോയിൻറ്റ് ഡിപ്പെൻഡൻസീസിന് ബേസ്ഡ് ആയിരിക്കും. അഡീഷണൽ പ്രോപ്പർട്ടീസ് മേ ബി നീഡഡ് ടു എൻഷുർ ഗുഡ് റിലേഷൻ ഡിസൈൻ. യെസ്, ഗുഡ് റിലേഷൻ ഡിസൈൻ നമുക്കിപ്പോൾ അതിനെ ഡികമ്പോസ് ചെയ്യണമെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ലോസ്ലെസ് ജോയിനും ഡിപ്പെൻഡൻസി പ്രിസർവേഷനും. Use of normalizations of relation. Normalization is carried out in practice so that resulting designs are of high quality and meet desirable properties. എന്നാൽ നമ്മൾ നോർമൽ ഫോമിലേക്ക് മാറ്റുന്നത് നല്ല ഹൈ ക്വാളിറ്റിയിലെ ടേബിൾ കിട്ടാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ഡിസൈൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്. The database designers need not normalize to highest possible normal forms. യൂഷ്വലി നമുക്കിപ്പോൾ നിങ്ങൾക്ക് 5th നോർമൽ ഫോം വരെ പഠിക്കാനുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും 3rd നോർമൽ ഫോമിലൊക്കെ നമ്മൾ സാധാരണ ക്രിയേറ്റ് ചെയ്യാറുള്ളൂ. 5th നോർമൽ ഫോമിലൊന്നും ക്രിയേറ്റ് ചെയ്യാറില്ല. 3rd ഓർ BCNF അതാണ് മാക്സിമം. ദെൻ നമുക്ക് പറഞ്ഞു കീസ് എന്താ നോക്കാം. ഡെഫിനിഷൻ ഓഫ് കീസ് ആൻഡ് ആട്രിബ്യൂട്ട്സ് പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ കീസ്. സൂപ്പർ കീ ഓഫ് എ റിലേഷൻ R is equal to A1, A2, etc. AN is a set of attributes S subset of R. relation subset ആയിരിക്കും. with the property that no two tuples T1 and T2 in any legal relation state R of R will have T1 of S is equal to T2 of S. Yes, നമുക്കറിയാം രണ്ട് കീസ് തരുന്ന രണ്ട് ടപ്പിൾസിൻ്റെ കീസ് നമ്മൾ എടുത്താൽ ഒരിക്കലും രണ്ട് ടപ്പിൾസും സെയിം ഉണ്ടാകാൻ വേണ്ടിയിട്ട് പാടില്ല. അതിന് നമ്മൾ കീസ് എന്ന് പറയുന്നത്. സോ കീസിൻ്റെ കേസിൽ 1 or more, സൂപ്പർ കീൻ്റെ കേസിൽ 1 or more കീസ് ഉണ്ടാവും. ഓക്കെ, സോ നമ്മൾ ഒരു സെറ്റ് ഓഫ് സൂപ്പർ കീസ് A1, A2, A3 എന്നാണ് സൂപ്പർ കീസിൽ വരുന്നതാണെങ്കിൽ ദെൻ നമ്മൾ രണ്ട് ടപ്പിൾ എടുത്താൽ ആ രണ്ട് ടപ്പിൾ ഇതിൻ്റെ ആട്രിബ്യൂട്ട്സിൻ്റെ വാല്യൂസ് സെയിം ആവരുത്. ഓക്കെ, എ കീ K is a super key with additional property that removal of any attribute from K will cause K not be a super key anymore. If a relation schema has more than one key, each is called, ഇപ്പോൾ ഒരു റിലേഷൻ സ്കീമിൽ ഒന്നിലധികം കീ ഉണ്ടെങ്കിൽ ഓരോ കീയിലും നമ്മൾ കാൻഡിഡേറ്റ് കീ എന്ന് പറയും. ഓക്കെ, വൺ ഓഫ് ദ കാൻഡിഡേറ്റ് കീ ഈസ് ആർബിട്രറി ഡിസൈൻ ടു ബി പ്രൈമറി കീ. സോ നമ്മൾ എന്ത് ചെയ്യും, കാൻഡിഡേറ്റ് കീ ഒന്നിലധികം കീസ് ഉള്ളതിനാൽ നമുക്ക് ഓരോ കീനെ നമ്മൾ കാൻഡിഡേറ്റ് കീ എന്ന് പറയും. സോ അതിൻ്റെ അത് നമ്മൾ ആർബിട്രേറ്റ് ഒരു കീനെ നമ്മൾ എടുത്തിട്ട് എന്ത് ചെയ്യും, പ്രൈമറി കീ ആക്കി വെക്കും. ബാക്കി കീസിന് നമ്മൾ പറയുന്നത് സെക്കൻഡറി കീസ് എന്ന്. ഓക്കെ, ഡെഫിനിഷൻ ഓഫ് കീസ് ആൻഡ് ആട്രിബ്യൂട്ട്സ് പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ കീസ്. സോ കീസിനകത്ത് നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ആട്രിബ്യൂട്ട്സ് ഉണ്ടാവും അല്ലേ. കാൻഡിഡേറ്റ് കീസ് നമ്മൾ പറഞ്ഞു, കാൻഡിഡേറ്റ് കീസിൽ ഒന്നിലധികം ആട്രിബ്യൂട്ട്സ് ഉണ്ടാവും. സോ ആ ആട്രിബ്യൂട്ട്സിനെ നമ്മൾ ആ ഒന്നിലധികം ആട്രിബ്യൂട്ട്സ് ഇല്ലേണ്ടെന്ന് ഒന്നിനെ നമ്മൾ എന്തായിട്ട് എടുക്കും, പ്രൈമറി കീയും ബാക്കിയുള്ള നമ്മൾ സെക്കൻഡറി കീ എന്ന് പറയുന്നത്. ഓക്കെ, എ പ്രൈം ആട്രിബ്യൂട്ട് മസ്റ്റ് ബി എ മെമ്പർ ഓഫ് സം കാൻഡിഡേറ്റ് കീ.
പ്രൈം ആട്രിബ്യൂട്ട്സ് ഉണ്ട്, നോൺ പ്രൈം ആട്രിബ്യൂട്ട്സ് ഉണ്ട്. അതും നിങ്ങളെ ഫങ്ഷണൽ ഡിപ്പെൻഡൻസിനെ അല്ലെങ്കിൽ നോർമലൈസേഷൻ നമ്മൾ ഡിഫൈൻ ചെയ്യുമ്പോൾ വരുന്നതാണ്. പ്രൈം ആട്രിബ്യൂട്ട്സും നോൺ പ്രൈം ആട്രിബ്യൂട്ട്സ്. എന്താ പ്രൈം ആട്രിബ്യൂട്ട്സ്? ദ ആട്രിബ്യൂട്ട്സ് ദാറ്റ് ആർ പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ കാൻഡിഡേറ്റ് കീ. അതായത് കാൻഡിഡേറ്റ് കീൻ്റെ അതിലെ മെമ്പേഴ്സിനെ, അതായത് ആട്രിബ്യൂട്ട് മെമ്പേഴ്സിനെ പറഞ്ഞ പ്രൈം ആട്രിബ്യൂട്ട് എന്ന്. അതായത് ഇപ്പോൾ ഒരു കാൻഡിഡേറ്റ് കീ എടുക്കുക. ആ കാൻഡിഡേറ്റ് കീൻ്റെ അകത്ത് നമ്മളിപ്പം പ്രോജക്റ്റ് നമ്പറും SSNഉം ഒരു കാൻഡിഡേറ്റ് കീ ആണെന്ന് ചോദിക്കുക. സോ പ്രൈം ആട്രിബ്യൂട്ട്സ് എന്ന് പറഞ്ഞാൽ പ്രോജക്റ്റ് നമ്പറിനും SSNനും നമുക്ക് പ്രൈം ആട്രിബ്യൂട്ട്സ്, അതായത് കാൻഡിഡേറ്റ് കീൻ്റെ അകത്തുള്ള മെമ്പേഴ്സിനെ നമ്മൾ എന്ത് പറയുന്നത്? പ്രൈം ആട്രിബ്യൂട്ട്സ് എന്ന് പറയുന്നത്. കാൻഡിഡേറ്റ് കീൻ്റെ അകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന മെമ്പേഴ്സിനെ നമ്മൾ പ്രൈം ആട്രിബ്യൂട്ട്സ് എന്ന് പറയുന്നത്. പ്രൈം ആട്രിബ്യൂട്ട്സ് മസ്റ്റ് ബി എ മെമ്പർ ഓഫ് സം കാൻഡിഡേറ്റ് കീ. നോൺ പ്രൈം ആട്രിബ്യൂട്ടോ വിച്ച് ഈസ് നോട്ട് എ മെമ്പർ ഓഫ് കാൻഡിഡേറ്റ് കീ. അതായത് ഏത് ആട്രിബ്യൂട്ടാണോ കാൻഡിഡേറ്റ് കീൻ്റെ മെമ്പർ അല്ലാതിരിക്കുന്നത് ആ ആട്രിബ്യൂട്ടിനെ നോൺ പ്രൈം ആട്രിബ്യൂട്ട് എന്ന് പറയും. ഏതൊക്കെ ആട്രിബ്യൂട്ട്സ് ആണോ കാൻഡിഡേറ്റ് കീൻ്റെ മെമ്പറായിട്ടുള്ളത് അതിന് നമ്മൾ എന്ത് ചെയ്യും? പ്രൈം ആട്രിബ്യൂട്ട്സ് എന്ന് പറയും. ഓക്കെ, സോ ഇതൊക്കെയാണ് നമ്മൾ ഒരു നോർമലൈസേഷൻ പഠിക്കുന്നതിന് മുന്നിൽ, ഡിഫറെൻറ്റ് നോർമൽ ഫോംസ് പഠിക്കുന്നതിന് മുന്നിൽ നമുക്കറിയേണ്ട ബേസിക് തിങ്സ്. എന്താ ഫങ്ഷണൽ ഡിപ്പെൻഡൻസി, എന്താണ് അനോമലീസ്, എന്താണ് കീസ്, എന്താണ് പ്രൈം ആട്രിബ്യൂട്ട്സ്, എന്താണ് നോൺ പ്രൈം ആട്രിബ്യൂട്ട്സ്. ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഫസ്റ്റ് നോർമൽ ഫോമും സെക്കൻഡ് നോർമൽ ഫോമിലേക്കൊക്കെ കടക്കാം. ഓക്കെ, താങ്ക് യു.